ഇപ്പോ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് തരാനുള്ള കാര്യം എന്താ മഞ്ചാടി? ജീവൻ രാജിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജീവനെ കാണാതായിട്ട് എത്ര നാളായി സർ? ഇതുവരെ അന്വേഷണത്തിന്റെ ഒരു ഡെവലപ്മെന്റ്സും സർ ഞങ്ങളെ അറിയിച്ചില്ലല്ലോ. മുംബൈ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ചില സൂചനകൾ അവിടുന്ന് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോ ആ വിവരങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല. കുട്ടി കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. മാഷിന് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? സാർ, അത് മഞ്ചാടി കുറച്ച് നാളായിട്ട് എന്നോട് പറയാം. CA സാറിനെ വന്നൊന്ന് കാണണം. ഞാൻ നിർബന്ധിച്ചിട്ടാ സർ അച്ഛൻ വന്നത്. ജീവൻ രാജിന്റെ അച്ഛനമ്മയും കൊണ്ടുവരാതിരുന്നത് ഒരു സീൻ ഉണ്ടാവണ്ടെന്ന് കരുതിയ. അവരത്രമാത്രം സങ്കടത്തിലാ സർ കഴിയുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നുവെച്ചേ ഇവിടെ വന്ന് സീൻ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരിക്കൽ ജീവൻ രാജ് ഒരു പീഡന കേസിൽ ജയിലിൽ കിടന്നപ്പോ ഇവിടെ വന്ന് മകന് വേണ്ടി കരഞ്ഞ് കാല് പിടിച്ചതാ അവന്റെ അച്ഛനും അമ്മയും. അന്ന് മാഷും മകളും തന്ന പരാതിയില്ല ജീവൻ രാജ് അകത്തായെന്ന് കൂടി ഓർക്കണം. മഞ്ചാടി മോൾ അവളുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് സാർ. സാറിന് വേറൊന്നും തോന്നരുത്. ജീവൻ രാജിന്റെ കേസ് സാർ വളരെ സീരിയസ് ആയിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെ, ഞങ്ങൾ അവനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോ ജീവന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാവോ സർ? അവൻ ജീവനോടെ ഉണ്ടോന്ന് അറിഞ്ഞാൽ മതി എനിക്ക്. ഉണ്ട്, ആള് ജീവനോടെ തന്നെയുണ്ട്. അവൻ നീ കരുതുന്ന പോലെ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല മഞ്ചാടി. മുംബൈയിലെ അന്തേരി എന്ന സ്ഥലത്തുള്ള ഒരു ഗാങ്ങിന്റെ സംരക്ഷണത്തിലാണവൻ. അവനിവിടെ ഈ മയക്കുമരുന്നിന്റെ ഇടപാടൊക്കെ ഉള്ളതായി നിനക്കറിയാമല്ലോ. പോലീസിന് അത്ര എളുപ്പത്തിൽ കടന്നുചെല്ലാൻ പറ്റാത്ത രീതിയിൽ എന്തിനും പോന്ന ഒരു ഗാങ്ങിന്റെ സംരക്ഷണം അവന് കിട്ടണമെങ്കിൽ അവന്റെ ചരിത്രം എന്തായിരിക്കുമെന്ന് മോളും ചിന്തിച്ചാ മതി.